നമസ്കാരം. ഈ ഓണക്കാലത്തും മുഖ്യന്റെ കടമെടുപ്പ് ഉത്സവമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ മരപ്പട്ടി മുതൽ AC തൊഴുത്തിൽ പാട്ട് കേട്ടുറങ്ങുന്ന ഗോമാതാവ് വരെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ മുഷിഞ്ഞു നാറിയ ഓട്ട പോക്കറ്റിൽ നിന്നും കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഇന്ന് സുഖമായി ഉണ്ടുറങ്ങി കഴിയുന്നത്. മുഖ്യമന്ത്രി ധരിക്കുന്ന കുപ്പായത്തിനും കഴിക്കുന്ന ഭക്ഷണത്തിനും സഞ്ചരിക്കുന്ന കാറിനും ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ മണമുണ്ട്. ഖജനാവിൽ പണമില്ലെന്നും പറഞ്ഞ് സകലത്തിലും നികുതി കൂട്ടി നമ്മുടെ മുഖ്യൻ. റവന്യൂ വരുമാനം കൂട്ടാൻ വേണ്ടി സംസ്ഥാനം ഇന്ന് വരെ കാണാത്ത വലിയ തോതിലുള്ള നികുതി വർധനവുകൾ ഈ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു പിണറായി സർക്കാർ. സ്റ്റാമ്പ് ഡ്യൂട്ടിക്കും മറ്റും അനുബന്ധ സേവനങ്ങൾക്കുമുള്ള ഫീസുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചു. വൈദ്യുതി ബില്ലും വെള്ളക്കരവും റോഡ് കരവും പാർപ്പിടത്തിനുള്ള കരവും ഈ സർക്കാർ കൂട്ടി. പാവപ്പെട്ടവന്റെ ആവശ്യ സാധനങ്ങൾക്കും ആവശ്യ സേവന മേഖലകളിലെല്ലാം സർക്കാർ നികുതി ഭീമമായി വർദ്ധിപ്പിച്ചു. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. ആ തുക വഴിവിട്ട് ചിലവഴിച്ചതല്ലാതെ പാവപ്പെട്ടവർക്ക് ആ തുക എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ബോധപൂർവമായ വീഴ്ച വരുത്തി. ക്ഷേമനിധി ബോർഡിൽ ഉണ്ടായിരുന്ന പാവങ്ങളുടെ പണം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. സഹകരണ മേഖലയിൽ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരന്തം അനുഭവിക്കുന്ന ജനത്തിന് ഗുണമില്ലാത്ത നിധിയാക്കി LDF സർക്കാർ. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സിവിൽ സപ്ലൈ വഴി ആവശ്യ സാധനങ്ങൾ വില കുറച്ച് പൊതുജനപക്ഷത്ത് എത്തിക്കുന്നതിന് പകരം മാവേലി സ്റ്റോറിലും സപ്ലൈകോയിലും ആവശ്യ സാധനങ്ങൾ എത്തിക്കാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചത്. വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താതെ വികസന മുരടിപ്പ് സംസ്ഥാനത്തുണ്ടാക്കി സർക്കാർ. അഴിമതിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഓരോ വകുപ്പും മത്സരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് സംസ്ഥാനം കാണുന്നത്. വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിൽ കിട്ടാത്ത ഇടമായി മാറി കേരളം. തൊഴിലില്ലായ്മ രൂക്ഷമാക്കി മുഖ്യമന്ത്രി ബോധപൂർവമായിട്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥ തകർത്തിരിക്കുകയാണ്.